ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കൊറിന്തോസ് 7-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കും എന്ന വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ എന്തിൻ്റെ അശുദ്ധിയിൽ നിന്നാണ് നമ്മെ ശുചീകരിക്കേണ്ടത്? എ. പ്രലോഭനങ്ങളുടെ, ബി. ലൗകിക തൃഷ്ണകളുടെ, സി. ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും, ഡി. പാപങ്ങളുടെ. ഉത്തരം സി. ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും. ചോദ്യം 2. എന്തിൽ വിശുദ്ധി പരിപൂർണമാക്കാം എന്നാണ് ശ്ലീഹ പറയുന്നത്? എ. പ്രാർത്ഥനയിൽ, ബി. ദൈവഭയത്തിൽ, സി. ദൈവഭക്തിയിൽ, ഡി. യേശുക്രിസ്തുവിൽ. ഉത്തരം ബി. ദൈവഭയത്തിൽ. ചോദ്യം 3. അപ്പൊസ്തലന്മാർക്ക് കൊറിന്തോസുകാർക്കിടയിൽ എവിടെ ഇടമുണ്ടായിരിക്കട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? എ. ദേശത്ത്, ബി. ഭവനത്തിൽ, സി. ഹൃദയത്തിൽ, ഡി. തെരുവുകളിൽ. ഉത്തരം സി. ഹൃദയത്തിൽ. ചോദ്യം 4. അപ്പൊസ്തലന്മാർ കൊറിന്തോസുകാരെ അവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി? എ. ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും, ബി. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ, സി. യേശുക്രിസ്തുവിൽ ഒന്നായിരിക്കാൻ, ഡി. കർത്താവായ ദൈവത്തിനു വേണ്ടി. ഉത്തരം എ. ഒന്നിച്ച് മരിക്കാനും ജീവിക്കാനും. ചോദ്യം 5. തങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം താൻ എന്താണ് എന്നാണ് ശ്ലീഹ പറയുന്നത്? എ. ആനന്ദപൂരിതൻ, ബി. ആത്മാവ് നിറഞ്ഞവൻ, സി. ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവൻ, ഡി. ദുഃഖിതൻ. ഉത്തരം എ. ആനന്ദപൂരിതൻ. ചോദ്യം 6. എവിടെ ചെന്നപ്പോൾ പോലും തങ്ങൾക്ക് ഒരു വിശ്രമവുമില്ലായിരുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്? എ. ഏഷ്യയിൽ, ബി. യൂദയായിൽ, സി. ഗലാത്യായിൽ, ഡി. മക്കെദോനിയായിൽ. ഉത്തരം ഡി. മക്കെദോനിയായിൽ. ചോദ്യം 7. ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യം വഴിയാണ് അപ്പൊസ്തലന്മാർക്ക് ആശ്വാസം നൽകിയത്? എ. തീത്തോസിൻ്റെ, ബി. തിമോഥെയസിൻ്റെ, സി. സിൽവാനോസിൻ്റെ, ഡി. യേശുക്രിസ്തുവിൻ്റെ. ഉത്തരം എ. തീത്തോസിൻ്റെ. ചോദ്യം 8. കൊറിന്തോസുകാരെ പ്രതി തീത്തോസിനുണ്ടായിരുന്നതെന്ത്? എ. സഹതാപം, ബി. സ്നേഹം, സി. സംതൃപ്തി, ഡി. പ്രാർത്ഥന. ഉത്തരം സി. സംതൃപ്തി. ചോദ്യം 9. ശ്ലീഹായുടെ എഴുത്ത് കുറച്ചു കാലത്തേക്ക് കൊറിന്തോസുകാരെ ദുഃഖിപ്പിച്ചെങ്കിലും ആ ദുഃഖം അവരെ നയിച്ചത് എവിടേക്ക്? എ. പശ്ചാത്താപത്തിലേക്ക്, ബി. പ്രാർത്ഥനയിലേക്ക്, സി. യേശുക്രിസ്തുവിലേക്ക്, ഡി. സുവിശേഷത്തിലേക്ക്. ഉത്തരം എ. പശ്ചാത്താപത്തിലേക്ക്. ചോദ്യം 10. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഏതു തരം പശ്ചാത്താപമാണ് ജനിപ്പിക്കുന്നത്? എ. ദൈവികമായ, ബി. രക്ഷാകരമായ, സി. സ്വർഗീയമായ, ഡി. ആത്മീയമായ. ഉത്തരം ബി. രക്ഷാകരമായ. ചോദ്യം 11. ലൗകികമായ ദുഃഖം നയിക്കുന്നത് എവിടേക്ക്? എ. ദുർമാർഗത്തിലേക്ക്, ബി. രോഗത്തിലേക്ക്, സി. മരണത്തിലേക്ക്, ഡി. പശ്ചാത്താപത്തിലേക്ക്. ഉത്തരം സി. മരണത്തിലേക്ക്. ചോദ്യം 12. അപ്പൊസ്തലന്മാർക്ക് കൊറിന്തോസുകാരോടുള്ള താൽപ്പര്യം എവിടെ വെളിപ്പെടേണ്ടതിനാണ് ശ്ലീഹ എഴുതിയത്? എ. കൊറിന്തോസിൽ, ബി. ദൈവസന്നിധിയിൽ, സി. സ്വർഗത്തിൽ, ഡി. മറ്റ് സഭകളിൽ. ഉത്തരം ബി. ദൈവസന്നിധിയിൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചോദ്യം 13. ആരുടെ മനസ്സിന് കൊറിന്തോസുകാർ ആശ്വാസമേകിയതിലാണ് അപ്പൊസ്തലന്മാർ അത്യധികം സന്തോഷിക്കുന്നത്? എ. പൗലോസ്ലീഹായുടെ, ബി. തീത്തോസിൻ്റെ, സി. സിൽവാനോസിൻ്റെ, ഡി. തിമോഥെയസിൻ്റെ. ഉത്തരം ബി. തീത്തോസിൻ്റെ. ചോദ്യം 14. പൂരിപ്പിക്കുക. നിങ്ങളെല്ലാവരുടെയും ഡാഷ് കുറിച്ചും
ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ അവനെ സ്വീകരിച്ചതിനെക്കുറിച്ചും ഓർക്കുമ്പോൾ അവൻ വികാരതരളിതനാകുന്നു. എ. അനുസരണത്തെ, ബി. സ്നേഹത്തെ, സി. വിശ്വാസത്തെ, ഡി. ആത്മാർത്ഥതയെ. ഉത്തരം എ. അനുസരണത്തെ. ചോദ്യം 15. ശ്ലീഹായ്ക്ക് കോറിന്തോസുകാരിൽ എന്തുള്ളതിനാലാണ് ശ്ലീഹ സന്തോഷിക്കുന്നത്? എ. അതിയായ സ്നേഹം, ബി. അതിയായ താൽപ്പര്യം, സി. പരിപൂർണ വിശ്വാസം, ഡി. അതിയായ പ്രതീക്ഷ. ഉത്തരം സി. പരിപൂർണ വിശ്വാസം. ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത ഓരോരുത്തരോടും സ്നേഹവും സന്തോഷവും കടപ്പാടും അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.